ഇപ്പോ കപിൽ സിബല് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ അദ്ദേഹം. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണല്ലോ. അദ്ദേഹത്തോട് 2018 ബാബറി മസ്ജിദ് കേസിൽ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങണം എന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു. എന്തേ അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ കാരണം? എത്രമാത്രം കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നല്ലേ ഇത് കാണിക്കുന്നത്? മലയാള മനോരമക്ക് അറിയില്ലേ അത്? ഇവിടെ ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് ശിലാന്യാസം നടക്കുന്നു. ആ സമയത്ത് ശ്രീരാമനെ വാഴ്ത്തിയത് രാഹുൽ ഗാന്ധിയായിരുന്നു. അയോധ്യയിലെ ഭൂമി പൂജ ദേശീയ ഐക്യത്തിനാണെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയായിരുന്നു. രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ഇഷ്ടിക, അത് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു. മാത്രമല്ല, ഭൂമി പൂജയുടെ അന്ന് മധ്യപ്രദേശിലാകെ ഹനുമാൻ ചാലിസ സംഘടിപ്പിച്ചു. കമൽനാഥാണ് അന്നത്തെ അവിടുത്തെ ഭരണത്തലവൻ. വിവാദങ്ങൾക്കെല്ലാം കുറെ നാളത്തെ മൗനത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയുകയാണ്. കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രചാരണം നടക്കുന്നു. CPM-ന് RSS ബന്ധമെന്ന പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത്. പക്ഷേ ആരെക്കുറിച്ചാണ് ഇവർ പ്രചാരണം നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം. കേരളത്തിൽ RSS ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് CPM-ലാണല്ലോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. RSS-നെ പ്രീണിപ്പിക്കേണ്ട ആവശ്യം ഒരു ഘട്ടത്തിലും പാർട്ടിക്കുണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. UDF-ന്റെയും കോൺഗ്രസിന്റെയും ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. RSS ബന്ധം ആർക്കാണെന്ന് അറിയില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. RSS ശാഖയ്ക്ക് കാവൽ നിന്നുവെന്ന് പറഞ്ഞ നേതാവ് കോൺഗ്രസിന്റെ ഏത് സ്ഥാനത്താണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകിയെന്ന് പൊതുസമൂഹത്തോട്, കേരളത്തോട് തുറന്നു പറയുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്ന് പിണറായി വിജയൻ പറയുന്നു. ആർക്കാണ് RSS ബന്ധമെന്ന ചോദ്യം ഇന്ന് ഈ പ്രസംഗത്തിൽ പലകുറി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. തലശ്ശേരി കലാപം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ തല കുനിച്ചു നിന്നത് അത് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശനെ പറ്റി, K സുധാകരനെ പറ്റിയൊക്കെ എണ്ണി മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പരിപാടിയിൽ പറയുന്നുണ്ട്. കട്ട പിടിച്ച സംഘപരിവാർ മനസ്സാണ് കോൺഗ്രസിന്റേതെന്നും മുഖ്യമന്ത്രി പറയുന്നു. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ല എന്നും എല്ലാ ആരോപണങ്ങളെയും തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും മുഖ്യമന്ത്രി.